നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ വട്ടംകുളത്ത് പട്ടാപ്പകൽ യുവതിയെ കട്ടിലിൽ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ വട്ടംകുളം ചിറ്റഴിക്കുന്ന് തറവട്ടത്ത് അശോകന്റെ വീട്ടിലാണ് സംഭവം. അശോകന്റെ മകൻ വിശാഖിന്റെ ഭാര്യ രേഷ്മയുടെ 9 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് കവർന്നത്. മുഖംമൂടിയും ഗ്ലൗസും ധരിച്ച് വീടിന് അകത്ത് കയറിയ മോഷ്ടാവ് രേഷ്മയെ ബലമായി പിടികൂടി കിടപ്പുമുറിയിലെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 2 പവൻ തൂക്കം വരുന്ന 4 വളയും കയ്യിലുണ്ടായിരുന്ന 1 പവൻ തൂക്കം വരുന്ന വളയും കവർച്ച ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവ സമയത്ത് രേഷ്മയുടെ ഭർത്താവ് വിശാഖ മുകളിലത്തെ നിലയിലെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അച്ഛൻ അശോകൻ ആശുപത്രിയിലേക്കും അമ്മ കുളിക്കാൻ പോയ സമയത്തുമാണ് മോഷ്ടാവ് എത്തിയത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാത ചെറുതുരുത്തിയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ചെറുതുരുത്തി സ്കൂളിന് മുന്നിലാണ് അപകടം. ഇന്ന് രാവിലെ പെരിന്തൽമണ്ണയിൽ നിന്നും വെട്ടിക്കാട്ടിലേക്ക് മാങ്ങ ഇറക്കി വരികയായിരുന്ന ലൈലാൻഡ് ദോസ് മിനി വാഹനം നായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ടെമ്പോ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാഹനം പൂർണ്ണമായും തകർന്നെങ്കിലും വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ LDF കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത മന്ത്രി ആർ ബിന്ദു. രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള NDAയുടെ നീക്കം ജനം തിരിച്ചറിയണമെന്ന കുടുംബയോഗങ്ങളിൽ സംസാരിക്കവേ മന്ത്രി ആർ ബിന്ദു ഓർമ്മപ്പെടുത്തി. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിമപ്പടിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ LDF കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത്. കുടുംബയോഗങ്ങളിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്ത് സംസാരിച്ചു. രാവിലെ ഓങ്ങല്ലൂർ, തിരുവേഗപ്പുറയിലെ ചെമ്പ്ര, വിളിയൂർ പഞ്ചായത്തിലെ കൂരാച്ചിപ്പടി, കൊപ്പം പഞ്ചായത്തിലെ വിയറ്റ്നാംപടി എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത്. വെലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട്, കുൽക്കല്ലൂർ പഞ്ചായത്തിലെ വണ്ണുതറ, കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ കിഴക്കേക്കര, മുതുല പഞ്ചായത്തിലെ കൊഴിക്കോട്ടരി പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലും കുടുംബയോഗങ്ങൾ നടന്നു. എന്ത് കൊള്ളരുതായ്മ ചെയ്തും വീണ്ടും അധികാരത്തിൽ വരിക എന്ന് മാത്രമാണ് BJP നേതൃത്വം നൽകുന്ന NDAയുടെ ലക്ഷ്യമെന്ന് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കവേ മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തി. നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. തുടരേണ്ടതുണ്ടോ അതോ മതാധിപത്യ ധനാധിപത്യ രാജ്യമായിട്ട് അത് അപജയപ്പെട്ടു പോകണമോ എന്നുള്ള കേന്ദ്ര പ്രശ്നം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ സാമാന്യ ജനതയുടെ ജീവിതത്തെ ആകെ പ്രതികൂലമായ നിലയിൽ ബാധിക്കാവുന്ന വിധത്തിൽ മതവിദ്വേഷത്തിൻ്റെയും വിഷലിപ്തമായ വർഗീയതയുടെയും അനുഭവങ്ങൾ ഇന്ത്യൻ മണ്ണിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നാം കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ അതിസമ്പന്നാനുകൂല സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുകയാണ്. മേൽത്തട്ടുകാരായിട്ടുള്ള ലാഭപ്രദീയന്മാരായ സ്വകാര്യ മേഖലയ്ക്ക് ബഹുരാഷ്ട്ര കുത്തക ഭീമന്മാർക്ക് രാജ്യത്തിന്റെ മർമ്മപ്രധാന മേഖലകളാകെ തിരഞ്ഞു വിൽക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഏറ്റവും വേഗതയിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്തായ പൊതുഭൂമി, ഊർജ സമ്പത്ത്, വനവിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വനസമ്പത്ത്, ഖനിജ സമ്പത്ത്, ഖനികൾക്കുള്ളിലെ സ്വർണം, ഇരുമ്പ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ യഥേഷ്ടം കൊള്ളയടിക്കുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും കഴിയുന്ന വിധത്തിൽ സ്വകാര്യ ലോബിക്ക് സഹായകരമായ നിയമങ്ങൾ നിർമ്മിക്കുന്ന വേദിയായിട്ട് ഇന്ത്യൻ പാർലമെന്റ് മാറുകയാണ് ഉണ്ടായത്. CPM ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ സഖ്, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച മന്ത്രി ആർ ബിന്ദു. LDF സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു വിദ്യാർത്ഥികളുമായുള്ള സംവാദം ഒരുക്കിയത്. അടുത്ത വർഷം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കരിക്കുലം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. പട്ടാമ്പി രാജപ്രസം ഓട്ടോത്തിൽ വെച്ചായിരുന്നു മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അടുത്ത വർഷം മുതൽ കരിക്കുലത്തിൽ മാറ്റം വരുത്തും. സാമൂഹ്യ വിദ്യാഭ്യാസ ബോധം ഉയർത്തിപ്പിടിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ചർച്ച ചെയ്യപ്പെടുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പല പ്രവർത്തനങ്ങളെയും പിറകോട്ടടിപ്പിക്കുന്നതാണ്. തെറ്റായ പ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുന്നതെന്നും മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ്
കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. ആ നവവൈജ്ഞാനിക സമൂഹത്തിൻ്റെ പുത്തൻ നോളജ് സൊസൈറ്റിയുടെ പതാകവാഹകരായിട്ട് മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഇന്ന് ഈ യോഗത്തിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുമാറ് വളരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളേവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ കേരളം അതിൻ്റെ അടിസ്ഥാന മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുതകുന്ന വിധത്തിൽ സംസ്ഥാനം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക മൂലധനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് ജനോപകാരപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുന്നതിനുമൊക്കെ സർവകലാശാലകളും കലാലയങ്ങളും വിദ്യാർത്ഥി സമൂഹവുമെല്ലാം പ്രത്യേകമായ അറിവുകളുടെ ഉൽപ്പാദകരായി മാറണമെന്നുള്ളതാണ് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിൻ്റെ കേന്ദ്രത്തിലുള്ളത്. ഒട്ടനവധി മേഖലകളിൽ കൃഷി, വ്യവസായം, ആരോഗ്യം, മാലിന്യ സംസ്കരണം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാവനാത്മകമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവന്വേഷണങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് വിദ്യാർത്ഥികളുമായി സംവാദം ഒരുക്കിയത്. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി നൽകി. പിന്നാക്കക്ഷേമ കമ്മീഷൻ അംഗം സുബേദ സദാഖ്, CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, M ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. 7 വയസ്സുകാരനെ നായ്ക്കൾ സംഘം ചേർന്ന് ആക്രമിച്ചു. കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. തിരുമിറ്റക്കോട് തെല്ലിക്കാട്രി പെട്ടിക്കട സ്വദേശിയായ കുന്നുപുറത്ത് സക്കീർ ഹുസൈന്റെ മകൻ മുഹമ്മദ് ഹിഷാനാണ് പരിക്കേറ്റത്. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹിഷാം പള്ളിയിലേക്ക് പോകുന്നതിനിടയിൽ ജനകീയ വായനശാലയുടെ സമീപത്ത് വെച്ച് തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു. കുട്ടി റോഡിൽ വീഴുകയും കയ്യിനും കാലിനും പരിക്കേൽക്കുകയും ചെയ്തു. റോഡിൽ തളർന്നു വീണ കുട്ടിയെ വീട്ടുകാരും ഓടിക്കൂടിയവരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബോധാവസ്ഥയിലായ കുഞ്ഞിനെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഇപ്പോൾ കുട്ടി അത്യാവശ്യം നല്ല മുറികളുണ്ട്. ഞാൻ അപ്പോൾ ഒന്ന് വിളിച്ചതിന് ചെക്കിയായിരുന്നു. അപ്പോൾ പറഞ്ഞ് കുറച്ച് മുറിയൊക്കെ പഴുപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. കപ്പൂർ പഞ്ചായത്തിൽ 3.5 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. വെള്ളിയാഴ്ച രാവിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് 3.5 വയസ്സുകാരൻ കൊഴുക്കുംപാലയിൽ ഫിസാന്റെ പുറത്ത് നായയുടെ കടിയേറ്റത്. പ്രദേശത്തെ മറ്റ് 3 പേർക്കും തെരുവുനായുടെ കടിയേറ്റിട്ടുണ്ട്. വീട്ടിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിനിടെ ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീക്ക് വീടിന് മുന്നിൽ നിൽക്കുമ്പോഴുമായിരുന്നു നായയുടെ ആക്രമണമുണ്ടായത്. സമീപത്ത് പള്ളിയിൽ പോകാൻ നിൽക്കുന്നതിനിടെ മറ്റൊരാളുടെ കൈക്കും തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട്. കടിയേറ്റവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരിയിൽ നടന്ന PTA തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. PTA പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടപടിക്രമം പാലിക്കാതെയാണെന്ന് കാണിച്ച് ഒരു കൂട്ടം രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വിഷയവുമായി ബന്ധപ്പെട്ട് 8 രക്ഷിതാക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു.
പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരിയിൽ നടന്ന PTA പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കയ്യാങ്കളി വരെ എത്തിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടിരുന്നു. നടപടിക്രമം പാലിക്കാതെയായിരുന്നു PTA തിരഞ്ഞെടുപ്പ് നടന്നതെന്നായിരുന്നു ഒരു കൂട്ടം രക്ഷിതാക്കളുടെ പരാതി ഉണ്ടായിരുന്നത്. തുടർന്ന് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഇവിടെ അരങ്ങേറിയിരുന്നു. തുടർന്നാണ് CA റാസി ഉൾപ്പെടെയുള്ള 8 രക്ഷിതാക്കളുടെ കൂട്ടായ്മയിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. കോടതി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് അന്വേഷണ ചുമതലയും നൽകി. തുടർന്ന് ബന്ധപ്പെട്ടവരുടെ ഹിയറിംഗും നടത്തി. തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം മലപ്പുറം മേഖലാ ഉപമേധാവി നിലവിലെ PTA തിരഞ്ഞെടുപ്പ് റദ്ദാക്കി ഉത്തരവിട്ടത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളിലെ ചില അധ്യാപകരുടെ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയതെന്ന് പരാതി നൽകിയ രക്ഷിതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മുഖ്യ വരണാധികാരിയായിരുന്ന അധ്യാപകനും ഉപവരണാധികാരിയും തമ്മിൽ ചേർന്ന് നടത്തിയ ഒരു വൻ ഗൂഢാലോചനക്ക് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടത്തി. അതുമായി ബന്ധപ്പെട്ട സമിതി അതിന് നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട PTAയെ അയോഗ്യരാക്കിയിരിക്കുകയാണ്. 11/1/2024 നടന്ന PTA തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ചില മാനദണ്ഡങ്ങൾ വെക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങൾ എല്ലാവരും അന്ന് സൂചിപ്പിച്ചത് ഈ PTA ജനറൽ ബോഡി യോഗം ഡയറക്റ്റ് തെരഞ്ഞെടുക്കാൻ സാധ്യമാകാത്ത ഒരു ഘട്ടം വന്നപ്പോൾ പാനൽ അടിസ്ഥാനത്തിൽ മത്സരിക്കാം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാതെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും നൂറുകണക്കിന് രക്ഷിതാക്കൾ അന്ന് ഉച്ചക്ക് മുതൽ അർദ്ധരാത്രി വരെ ക്യൂവിൽ നിന്ന് അവരുടെ വോട്ടവകാശം ഇൻഡിവിജ്വലായി രേഖപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത്. പക്ഷെ ഇത് പരിഹരിക്കേണ്ടിയിരുന്ന മുഖ്യ വരണാധികാരിയും ഉപവരണാധികാരിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചില സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയും അതോടൊപ്പം തന്നെ ചിലരുടെ വാക്കുകൾക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി നടക്കേണ്ടിയിരുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത്. സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച തർക്കങ്ങളാണ് പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. PTA തിരഞ്ഞെടുപ്പ് അകാരണമായി വൈകിപ്പിച്ചു. ബാഹ്യ ഇടപെടലും ഭരണാധികാരികളെ സ്വാധീനിച്ചുവെന്നും ഇവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ രക്ഷിതാക്കളായ CA റാസി, C ഹനീഫ മാനു, K പ്രസാദ്, K അമീർ അലി, KT ഫൈസൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 155 വോട്ട് അസാധുവാക്കി അസാധുവിന് താഴെ വന്ന വോട്ട് നേടിയവരെ വിജയിയായി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. സ്വാഭാവികമായും ഇത് ജനാധിപത്യത്തെ ബലികഴിക്കലാണ്, ഇത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് അന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പളെയും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട അവിടെയുള്ള പ്രധാന അധ്യാപികയെയും ഞങ്ങൾ ബോധിപ്പിക്കുകയും അത് ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോളിംഗ് കഴിഞ്ഞ് ഇത് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റൂമിലേക്ക് ഈ ബാലറ്റ് പേപ്പർ കൊണ്ടുവന്ന് ആ ബാലറ്റ് എണ്ണാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളും മുഖ്യ വരണാധികാരിയുമായ പ്രിൻസിപ്പള് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ആർക്കെങ്കിലും നിങ്ങൾ മത്സരിച്ച ബാലറ്റ് പേപ്പറിൽ 5 വോട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ 5 വോട്ട് ലഭിക്കുമ്പോൾ അതിൽ 3 പേർ വനിതകളല്ല എന്നുണ്ട് എങ്കിൽ ആ 5 പേരും അയോഗ്യരാണ് എന്നുള്ള നീതിയുക്തമായ, നീതിക്ക് നിരക്കാത്ത ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ആ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വാഗ്വാദങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായത്. ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രത്തിലെ നിറമാലയുടെ ഭാഗമായി നടന്ന കഥകളി ശ്രദ്ധേയമായി. രാത്രി മുതൽ പുലർച്ചെ വരെയായിരുന്നു കഥകളി. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നിറമാലയുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രി കഥകളി അരങ്ങേറിയത്. പുലരും വരെ കഥകളി ഉണ്ടായിരുന്നു. ലവണാസുരവധം, രാവണോത്ഭവം, കിരാതം എന്നിവയായിരുന്നു കഥ. വെള്ളിനേഴി ഹരിദാസൻ, കലാമണ്ഡലം പ്രദീപ്, കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം കൃഷ്ണദാസ്, കലാമണ്ഡലം ശിബി ചക്രവർത്തി, കലാമണ്ഡലം നീരജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളുമായി അരങ്ങിലെത്തി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു.
കിരാതമൂർത്തി ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് ഏപ്രിൽ 14 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് നടക്കും. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് കുഞ്ഞനിയൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ശൈവസാധന സംഘമായ കോവൈ അരൺപണി അരക്കെട്ടൻ ഭാരവാഹികൾ, മോക്ഷ ട്രസ്റ്റ് ചെയർമാൻ എഴിക്കോട് ശശി നമ്പൂതിരി, മുൻ ശബരിമല മേൽശാന്തി, ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ബലാലയത്തിൽ വിഷുദിനത്തിൽ രാവിലെ 6-ന് വിഷുക്കണി ദർശനം, പ്രത്യേക പൂജ, അഭിഷേകം, നിവേദ്യം എന്നിവയുണ്ടാകും. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് കുഞ്ഞനിയൻ നമ്പൂതിരി വിഷു കൈനീട്ടം നൽകും. തമിഴ് വാസ്തുശൈലിയിലാണ് ശ്രീകോവിൽ നിർമ്മാണം. തഞ്ചാവൂരിൽ നിന്നുള്ള ശില്പികളാണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത്. ശിലകൾ തമിഴ്നാട്ടിൽ നിന്നും തയ്യാറാക്കിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചത്. മോക്ഷ ട്രസ്റ്റാണ് ക്ഷേത്ര നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. തളി കീഴ്പ്പാടത്ത് കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കൊപ്പം 12 ശ്രീകോവിലുകളിലായി 108 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കും. കുമരനെല്ലൂർ വെള്ളാളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ 13 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമരനെല്ലൂർ കൊട്ടാരത്തൊടി അൻവർ റസിയ ദമ്പതികളുടെ മകൻ അൽ അമീനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണി മുതൽ കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് തൃത്താല പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. നാട്ടുകാർ ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വെള്ളാളൂരിലെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കൽപ്പടവിൽ കുട്ടിയുടെ ചെരുപ്പും വസ്ത്രവും കണ്ടെത്തുകയായിരുന്നു. പട്ടാമ്പിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം നടത്തിയ തിരച്ചിലിലാണ് രാത്രി 11 മണിയോടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾക്ക് ശേഷം മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ നെളിയർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.